മലയാള സിനിമ ജെൻസി പ്രേതയുഗത്തിലോ? അടുത്തിടെയായി കണ്ടുവരുന്ന മലയാള സിനിമയിലെ ഒരു ആവർത്തന സവിശേഷതയാണ് ജെൻസി പ്രേതങ്ങൾ അഥവാ ന്യൂ ജനറേഷൻ പ്രേതങ്ങൾ. പണ്ട് നമ്മൾ കണ്ടിരുന്ന പേടിപ്പിക്കൽ പരിപാടികളോ മറ്റു കോലാഹലങ്ങളോ ഇല്ലാതെ സമാധാനമായി വന്നു പോകുന്ന പ്രേതങ്ങൾ എന്നതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. മറ്റൊന്നിനെയും കുറിച്ചല്ല, അടുത്തിടെ ഇറങ്ങിയ മനോഹരമായ 2 മലയാള പ്രേത പടങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. പ്രേതമാണോ? ആണ്. എന്നാൽ പേടിയാകുവോ? ഇല്ല താനും. നമ്മളെ അടിമുടി ഇഷ്ടപ്പെടുത്തുന്ന 2 പ്രേതങ്ങൾ എന്ന് തന്നെ പറയാം. ലോക എന്ന സിനിമ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഒരു നവീന പരീക്ഷണമാണ്. ഒരു ജോണർ ഫിലിം എന്നിതിനെ പേരിട്ട് വിളിക്കാം. സൂപ്പർ ഹീറോയിസവും മിത്തും സയൻസ് ഫിക്ഷനും സ്പിരിച്വാലിറ്റിയും എല്ലാം കൂട്ടിയിണക്കിയ ധൈര്യമായിട്ടുള്ള ഒരു ശ്രമം. മലയാള സിനിമ അധികം കയ്യൊപ്പ് പതിപ്പിക്കാത്ത ഒരു ടെറിട്ടറിയിലേക്കുള്ള ചുവടുവെപ്പാണ് ലോക. നമ്മൾ അറിയുന്ന ലോകത്തിനപ്പുറം പുതിയൊരു ലോകമുണ്ടോ എന്ന ചോദ്യമാണ് സിനിമയുടെ കാമ്പ്. കല്യാണിയുടെ ചന്ദ്ര എന്ന കഥാപാത്രം മുൻകാല യക്ഷി സങ്കല്പങ്ങളെ ഉടച്ചു വാർക്കുന്നതാണ്. കംപ്ലീറ്റ്ലി മോഡേണായി രാജ്യങ്ങൾ തോറും സഞ്ചരിക്കുന്ന ഒരു പ്രേതം. വർഷങ്ങൾ പ്രായമുണ്ട് അവൾക്ക്. നിഗൂഢത നിറഞ്ഞ സംഘർഷഭരിതമായ ഒരു കഥാപാത്രമാണ് അവളുടേത്. അവൾ നമ്മുടെ പഴയ നീലിയാണ്. സിനിമയുടെ 2ാം ഭാഗം ചാത്തൻ്റേതാണ്. നീലിയുടെ സ്വന്തം ചാത്തൻ്റെ 2ാം ഭാഗത്തിനായി നമുക്കെല്ലാവർക്കും ആകാംക്ഷയോടെ കാത്തിരിക്കാം. ഇപ്പോൾ എല്ലാം ഒരു സർവമായ എഫക്റ്റാണ്. ലോകയിലേതുപോലെ ഇവിടെയും ഒരു ജെൻസി പ്രേതമാണ്. നമ്മുടെ ഡെല്യൂഷൻസിനെ അഥവാ മിഥ്യാധാരണകളെ എങ്ങനെ അതിമനോഹരമായി അവതരിപ്പിക്കാമെന്ന് ഈ സിനിമ കാണിച്ചു തരുന്നു. എല്ലാവരും ഈ സിനിമയിലെ പോലെ ഒരു ഡെലുലുവിനെ അർഹിക്കുന്നു. വണ്ണും ചാറും കഴിക്കുന്നില്ലേ എന്ന് പറയുന്നതിനപ്പുറം നമ്മുടെ ജീവിതം നമ്മുടെ കൊച്ചു കൊച്ചു പിടിവാശികൾക്ക് വേണ്ടിയുള്ളതല്ല എന്നും ലവ് എന്നത് ഫിസിക്കൽ അട്രാക്ഷൻ അല്ല, അതൊരു ഡീപ്പ് ഇമോഷണൽ കണക്റ്റ് ആണെന്നുമെല്ലാം പഠിപ്പിച്ചു തരുന്ന ഒരു പ്രേതം. താനൊരു പ്രേതമല്ല, മറിച്ചൊരു ബ്യൂട്ടിഫുൾ സോൾ ആണെന്ന് അത് വീണ്ടും വീണ്ടും പറയുന്നു. ഈ സിനിമയിലെ പ്രഭേന്ദുവിനെ ഒത്തിരി സ്വാധീനിക്കുന്ന ഒരു ഡെലുലു. ആരും ഈ പ്രേതത്തെ ഇഷ്ടപ്പെട്ടു പോകും. നമ്മുടെ മനസാക്ഷിയുടെ കോടതിയിലേക്ക് യാതൊരു ഔപചാരികതയും ഇല്ലാതെ കടന്നു വരുന്ന ഒരാൾ, അതാണ് ഈ സിനിമയിലെ ഡെലുലു. പിന്നെ ലോകയും സർവമായയും ഒന്നിച്ചു ചേർന്നാൽ ഇത്രയും എനർജറ്റിക്കായ ക്യൂട്ടായ പ്രേതങ്ങൾ നമുക്ക് ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. എന്തായാലും ഒരാൾ മിസ്റ്റീരിയസ് ആണെങ്കിൽ മറ്റേയാൾ ഓപ്പൺ ഹാർട്ടഡ് ആണ്. ഒരാൾ ഗ്രൗണ്ടഡായി നിന്ന് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുമ്പോൾ മറ്റേയാൾ തൻ്റെ സീക്രട്ട് ബുക്കും കയ്യിൽ പിടിച്ച് നടക്കുകയാണ്. എന്തായാലും 2 പ്രേതങ്ങളും മലയാള സിനിമയിലും മലയാളി മനസ്സിലും തങ്ങളുടെ ടോപ്പ് പൊസിഷൻസ് ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നിസ്സംശയം പറയാം. ലോകയിലെ ചന്ദ്ര, സർവമായയിലെ ഡെലുലു ആണെങ്കിലും പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഉണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രേതങ്ങളല്ല. ഒരു റിയാലിറ്റി ചെക്ക്. കാലം മാറി മക്കളെ, ഇനി ഞങ്ങളുടെ കാലമാണെന്ന്.